ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. എന്തുണ്ട് വിശേഷം? സോ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. മാർക്കറ്റ് തുടങ്ങും മുന്നേ ശ്രദ്ധിക്കുക, ഇന്ന് വെള്ളിയാഴ്ചയാണ്. സോ അഗ്രസീവ് ട്രേഡിംഗ് ഒന്നും ചെയ്യാതിരിക്കുക. മാർക്കറ്റിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഡോ ജോൺസിന്റെ ഫ്യൂച്ചർ നിലവിൽ 72 പോയിന്റ്സ് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യാണ്. US മാർക്കറ്റ്സ് പൊതുവേ റെഡ് ആണ്. ഓക്കെ, ഒരു സെല്ലിംഗ് പ്രഷർ US മാർക്കറ്റ്സിൽ ഉണ്ടെന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയും. ക്ലോസിംഗും നെഗറ്റീവ് ആയിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ DAX ആൻഡ് CAC ന്യൂട്രലി ട്രേഡ് ആണ് അവസാനിപ്പിച്ചത്. ആൻഡ് FTSE നെഗറ്റീവ്ലി ആണ് ട്രേഡ് അവസാനിപ്പിച്ചത്. ഏഷ്യൻ മാർക്കറ്റ്സ് മിക്സഡ് സിഗ്നലാണ് തരുന്നത്. നിഫ്റ്റി നിലവിൽ 100 പോയിന്റ്സോളം ഡൗൺ സൈഡ് ആണ്. സോ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് തോന്നുന്നു. 50 തൊട്ട് 80 പോയിന്റ് വരെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ്, ഇങ്ങനത്തെ അവസ്ഥയാണ് നിലനിൽക്കുന്നതെങ്കിൽ. ഓക്കെ, നിക്കി നോക്കുകയാണെങ്കിൽ 623 പോയിന്റ്സ് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യുന്നു. സ്ട്രേറ്റ് ടൈംസ് 19 പോയിന്റ്സ് ഡൗൺ സൈഡിൽ, ഹാങ്സങ് 46 പോയിന്റ്സ് ഡൗൺ സൈഡിൽ, തായ്വാൻ വെയ്റ്റഡ് 103 പോയിന്റ്സ് ഡൗൺ അപ്പ് സൈഡ് ട്രേഡ് ചെയ്യുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയുകയാണെങ്കിൽ കോസ്പി അറിയാലോ, 1 to 5.6 പോയിന്റ്സ് 1 to 5% 6% എന്നൊക്കെ പറയുന്നത് കോസ്പിക്ക് ഇപ്പം നിലവിലെ അവസ്ഥയിൽ വളരെ സിമ്പിളാണ്. വളരെ അഗ്രസീവ് ബൈയിങ്ങും സെല്ലിങ്ങും ആണ് ആ മാർക്കറ്റിൽ നടക്കുന്നത്. പെർസെൻറ്റേജ് കണക്കെന്ന് പറഞ്ഞാൽ കോസ്പി പോലുള്ള ഒരു ഫ്ലക്ച്വേഷൻ ഒന്നും നമ്മുടെ മാർക്കറ്റ് താങ്ങുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ബട്ട് കോസ്പി നല്ല രീതിയിലാണ്, ഇത്രയും ഫ്ലക്ച്വേഷൻസ് ആണ് അവിടുത്തെ മാർക്കറ്റിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നൊരു കെയർഫുൾ ഡേ എന്ന് നമുക്ക് പറയാം. വെള്ളിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് നമുക്ക് കെയർഫുൾ ആണ്. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ തന്നെ എബോവ് ദ ബ്രേക്ക്ഔട്ട് സോണാണ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. 24,636 എന്ന് പറയുന്ന സോണിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ പറയാം. എനിക്ക് നിലവിൽ മാർക്കറ്റിൽ ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സും എനിക്കില്ല. എന്തായാലും ഇപ്പോൾ നടക്കുന്നത് പുൾ ബാക്സ് ആയിട്ട് മാത്രമേ ഞാൻ കണക്കാക്കുകയുള്ളൂ. ആൻഡ് മാർക്കറ്റ് ഈ ഒരു ഹൈ, അതായത് 24,430 എന്ന് പറയുന്ന ഈ സോൺസിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കാതെ മാർക്കറ്റിൽ നിൽക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ കുറച്ചൊരു പർട്ടിക്കുലർ സോണിൻ്റെ ഉള്ളിൽ നിന്നാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയ, അതായത് 24,680 അല്ലെങ്കിൽ 24,700 നിങ്ങൾ കണക്കാക്കും, റൗണ്ടഡ് ഫിഗർ. ആ 700-ന് മുകളിൽ ട്രേഡ് പോയിട്ടില്ല കുറച്ച് ദിവസമായിട്ട്, അല്ലേ? 2-3 ദിവസമായിട്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഇനി നമുക്ക് വേണ്ടത് 24,770 എന്ന് പറഞ്ഞാൽ ഈ റേഞ്ച് പൊട്ടിച്ച് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യണം. മാർക്കറ്റ് 24,770 എന്നുള്ള റേഞ്ച് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്താൽ നമുക്ക് തുടരെയുള്ള കണ്ടിന്യൂസ് മൊമെന്റം നമുക്ക് എന്താ പറയുക ഒന്ന് പ്രതീക്ഷിക്കാം. 24,900 ഒരു മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യാത്തിടത്തോളം നമ്മൾ എന്താ പറയുക ഒരു കെയർഫുൾ എന്നുള്ള രീതിയിൽ നിൽക്കുക. അപ്പോൾ മാർക്കറ്റ് ഡൗൺ സൈഡ് വരുന്നു, നമ്മൾ ഉടനെ പാനിക് ആവേണ്ട ആവശ്യമില്ല. ഈ ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. 24,330. ഇപ്പം ഈ ഏരിയ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇതിന്റെ അബോവ് ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ വലിയ ടെൻഷൻ ഇല്ലാതെ നമുക്ക് നിൽക്കാം. മറിച്ച് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമ്മളൊന്ന് കെയർഫുൾ ആയിരിക്കാം. ഏറ്റവും മാർക്കറ്റ് ബെയറിഷ് ആവും എന്ന് ഞാൻ കണക്കാക്കുന്നത് 24,000 എന്ന് പറയുന്ന ഈ സോൺ ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും. ഈ 24,000 ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ ഓക്കെ, നമ്മൾ പൊസിഷൻസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. ഞാനും ചെയ്യും, ട്രിം ചെയ്യും, പൊസിഷൻസ് എല്ലാം ട്രിം ചെയ്ത് തുടങ്ങും. കാര്യം എന്ന് പറഞ്ഞാൽ 24,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെയർ സെന്റിമെന്റ്സ് ഓഫ് കോഴ്സ് മാർക്കറ്റിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അല്ലാത്ത പക്ഷേ ഒരു പുൾ ബാക്ക് ആയിട്ട് മാത്രം കണക്കാക്കി ഞാൻ പൊസിഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻട്രാഡേ ലെവൽസും ഞാൻ ഈ വരച്ച ഗ്രീൻ ലൈൻസ് തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ഉള്ളിലാണോ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് നമുക്ക് നോക്കണം. എന്തായാലും ഞാൻ കൂടുതൽ ബൈയിങ് പൊസിഷൻസ് നോക്കുന്നത് ഇതിന് അബോവ് ആയിരിക്കും. 24,920 അബോവ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വലിയൊരു പൊസിഷൻസിലേക്കൊക്കെ പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയുണ്ടെന്നൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് നല്ല കമ്പനികൾ, നല്ല റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. ഇന്ന് വരുന്ന റിസൾട്ടുകൾ ഞാൻ നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വരുന്ന റിസൾട്ടുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പബ്ലിക് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വായിക്കാത്തവരൊന്ന് വായിക്കണം. കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ് എന്ന് പറഞ്ഞ ടെലിഗ്രാം ചാനലിൽ ഇന്ന് ഏതൊക്കെ കമ്പനികളുടെ റിസൾട്ടാണ് വരുന്നതെന്നുള്ള കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്സ് ഞാനിവിടെ നമ്മുടെ പറയാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടൈറ്റൻ, ഹിൻഡാൽകോ, ഓല ഇലക്ട്രിക് മൊബിലിറ്റി, ആഫ്കോൺസ്, BML, കെയർ റേറ്റിംഗ്സ്, സെറ, എൻഡ്രോ ഹെൽത്ത് കെയർ, ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, ഇനോക്സ് വിൻഡ്, JK ടയർ, ജ്യോതി CNC ഓട്ടോമേഷൻ, കെയ്ൻസ് ടെക്നോളജി, ലെമൺ ട്രീ ഹോട്ടൽസ്, NLC ഇന്ത്യ, ഓയിൽ ഇന്ത്യ, PFC, പവറേഷ്യ, പവറിക്ക, ഹിറ്റാച്ചി ഇങ്ങനെ തുടങ്ങിയ റിസൾട്ടുകൾ വരുന്നുണ്ട്. നാളെ വരുന്ന റിസൾട്ടുകൾ അഡ്വാൻസ്ഡ് എൻസൈംസ്, ആദിത്യ ബിർള ഫാഷൻ, അക്കും ഡ്രഗ്സ്, ആനന്ദ് രാജ്, അപ്പോളോ മൈക്രോ സിസ്റ്റംസ്, സിയാജൽ ഇന്ത്യ, ഡെലിവറി, ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ്, ജാരോ ഇൻസ്റ്റിറ്റ്യൂട്ട്, മെഡി അസിസ്റ്റ്, PNC ഇൻഫ്രാടെക് ആൻഡ് TVS ഇലക്ട്രോണിക്സ്. ക്വാർട്ടർലി ഏർണിംഗ്സ് വന്നതിൽ ബ്രിട്ടാനിയ വളരെ ഇംപ്രസീവ് ആയിട്ട് പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. 520 crores നിന്ന് 591 crores പ്രോഫിറ്റ് ജമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൈമൻസ് എന്ന് പറയുന്ന 1262 നിന്ന് 440 crores ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് വിവാദങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിടുന്ന കമ്പനിയല്ലേ. 10,982 കോടിയിൽ നിന്നും 13,492 കോടിയിലേക്ക് പ്രോഫിറ്റ് സർജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ടോട്ടൽ ആനുവൽ പ്രീമിയം ജമ്പ് ചെയ്തിട്ടുണ്ട്, അത് ന്യൂസാണ്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രോഫിറ്റ് അത്യാവശ്യം കൂടിയിട്ടുണ്ട്, 74% വർധനവ്. 354 കോടിയിൽ നിന്നും 619 കോടിയിലേക്ക് പ്രോഫിറ്റ് സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. വിജയ ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ അത്യാവശ്യം നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ് കേട്ടോ ഇതെല്ലാം. SCI, ലിസി, വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ 38 to 53 crores റവന്യൂ സ്പൈക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോളോ ടയർസ് ഇതും ഞാൻ ഹോൾഡ് ചെയ്യുകയാണ്. 12 കോടിയിൽ നിന്നും 27% മടങ്ങ്, അതായത് 348 കോടിയിലേക്ക് വർധനവ്. റവന്യൂ ഗ്രോസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്തിട്ടുണ്ട്. പ്രീമിയർ എനർജീസ് പ്രോഫിറ്റ് ജമ്പ് ചെയ്തിട്ടുണ്ട്, ന്യൂസ് ഉണ്ട്. റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നല്ല ന്യൂസുകൾ. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആൽക്കം ലബോറട്ടറീസിൽ USFDA ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു, 7 ഒബ്സർവേഷൻസ് കൊടുത്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. അപ്പോൾ ഡാബർ ഇന്ത്യക്ക് ഒരു വാർണിംഗ് ലെറ്റർ കിട്ടിയിട്ടുണ്ട് USFDA ഭാഗത്ത് നിന്ന്. അവരുടെ സിൽവാസ മാനുഫാക്ചറിംഗ് പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ട് അലേർട്ടഡ് ഇഷ്യൂ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ കുറച്ച് ന്യൂസുകളൊക്കെ ഉണ്ട്. അപ്പം ഏതെങ്കിലും സ്റ്റോക്സ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാം. നമുക്കത് പറ്റുമെങ്കിൽ ഞാൻ ഉടനെ ഗ്രൂപ്പിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. പിന്നെ എട്ടകണ്ടൽ നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എട്ടകണ്ടൽ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല മൂവ്മെന്റ് നമുക്ക് എട്ടകണ്ടലിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വേറെ ഏതെങ്കിലും സ്റ്റോക്സ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാം. നമുക്കത് പരിശോധിച്ച് നമുക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ഞാൻ ഇന്നലെ HAL ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലീൻ ഒരു ബ്രേക്ക് ഔട്ടാണ്. ഡിഫറൻറ്റ് സ്റ്റോക്കുകളിൽ ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. HAL ഇന്നലെ 4600 സംതിങ് ആണെന്ന് തോന്നുന്നു. ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തത് HAL. എന്തായാലും HAL നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. HAL ഞാൻ നോക്കട്ടെ നമ്മുടെ ഒരു ആവറേജ് പ്രൈസ് എത്രയാണെന്ന്. HAL ഇന്നലെ 4865 ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ. 10% മൂവ്മെന്റ് ആദ്യം ഇനിഷ്യലി നോക്കൂ എന്നുള്ള കാര്യം. ഇപ്പം 4920 പോകുന്നുണ്ട്. നമുക്ക് നോക്കാം, ഒരു 5000-5500 റേഞ്ചിലേക്ക് HAL മൂവ് ചെയ്യോ ഇല്ലേന്ന്. ഡിഫറൻറ്റ് സ്റ്റോക്കുകളിലെ ഒരു മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ലേസർ പവർ എന്ന് പറഞ്ഞ കമ്പനി ഞാൻ വാച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. നല്ല ഒരു കൺസോൾട്ടേഷൻ കാണുന്നുണ്ട് ലേസർ പവർ. ന്യൂ IPO സ്റ്റോക്സുകളിലാണ് ഇപ്പം മൊമെന്റം ഞാൻ കാണുന്നത്. അപ്പോൾ ലേസർ പവറും ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേറെ ഏതെങ്കിലും സ്റ്റോക്സ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നമുക്ക് വരുന്ന ആഴ്ചകളിലെല്ലാം എങ്ങനെയാണ് അത് കമ്പനി മൂവ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ജംന ഓട്ടോ ഞാൻ വാച്ച് ചെയ്യുന്ന സ്റ്റോക്കുകളിലൊന്നാണ് ജംന ഓട്ടോ. ഞാൻ ഓൾറെഡി നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ളതാണ്, ലോവർ ലെവലിൽ നിന്ന് ആഡ് ചെയ്തതാണ്. ജംന ഓട്ടോ ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. 150 ബ്രേക്ക് ചെയ്യോ ഇല്ലേ എന്നുള്ളതാണ് അടുത്ത എൻ്റെ ചോദ്യം. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഏത് കമ്പനികളും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് മെസ്സേജ് ചെയ്യാം. നമുക്കെല്ലാം ഒരു എഡ്യൂക്കേഷണൽ കണ്ടന്റിന് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. അപ്പോൾ ലിങ്ക് കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ താങ്ക് യു.